വെൽക്കം ബാക്ക് ടു കരിയർ വെയിൻ അപ്ഡേറ്റ്സ്. ബി.എഡ് അഡ്മിഷനുമായി ബന്ധപ്പെട്ട് ഡിപ്പാർട്ട്മെൻറ്റ് കോട്ടയിൽ അപേക്ഷ സമർപ്പിച്ചവരുടെ സെലക്ഷൻ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. അപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് കോട്ട ബി.എഡ് അഡ്മിഷനുമായി ബന്ധപ്പെട്ട് 2025-26 അക്കാഡമിക് ഇയറിൽ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം നമ്മൾ നോക്കാം. അപ്പോൾ വിശദമായിട്ട് പോകുന്നതിന് മുമ്പ് എഡ്യൂക്കേഷൻ, അഡ്മിഷൻ, ജോബ് സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുവാനും ബെല്ലേക്ക് എനാബിൾ ചെയ്ത് നോക്കുവാനും ആമുഖമായിട്ട് ഓർമ്മപ്പെടുത്താനും. അപ്പോൾ നേരത്തെ തന്നെ സർവീസിലിരിക്കുന്നവർക്ക് ഡിപ്പാർട്ട്മെൻറ്റ് കോട്ടയിലോട്ടുള്ള ബി.എഡ് അപേക്ഷ ക്ഷണിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ട് അപേക്ഷ ഫോം ഫില്ല് ചെയ്ത് സബ്മിറ്റ് ചെയ്ത എല്ലാ ഉദ്യോഗാർത്ഥികളുടെയും സെലക്ഷൻ ലിസ്റ്റാണ് ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. അതായത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നിലവിൽ കേരളത്തിൽ പ്രധാനമായിട്ടും ഡിപ്പാർട്ട്മെൻറ്റ് കോട്ട അഡ്മിഷൻ നൽകുന്ന സെൻറ്ററുകൾ തിരുവനന്തപുരം കോളേജ്, അതേപോലെ തൃശ്ശൂർ കോളേജ്, അതേപോലെ കോഴിക്കോട്, അതേപോലെ തലശ്ശേരി എന്നീ 4 ബി.എഡ് ട്രെയിനിങ് കോളേജുകളാണ് ഡിപ്പാർട്ട്മെൻറ്റ് കോട്ടയിൽ ബി.എഡ് ചെയ്യുവാനുള്ള അവസരമുള്ളത്. അപ്പോൾ ഈ ഡിപ്പാർട്ട്മെൻറ്റ് കോട്ടയിൽ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് അപേക്ഷ കൊടുത്തവരുടെ സെലക്ഷൻ ലിസ്റ്റ് താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, തിരഞ്ഞെടുക്കപ്പെട്ട ജീവനക്കാരുടെ പേരിന് നേരെ രേഖപ്പെടുത്തിയിരിക്കുന്ന സെൻറ്ററിൽ പ്രവേശനം നേടുന്നതിന് വേണ്ടി അതത് സ്ഥാപന മേധാവികൾ, അതായത് നിങ്ങളിപ്പോൾ അതത് ഡിപ്പാർട്ട്മെൻറ്റ് കോട്ടയിൽ അപേക്ഷ കൊടുത്ത ഉദ്യോഗാർത്ഥികൾ വർക്ക് ചെയ്യുന്ന സ്ഥാപന മേധാവികൾ എവിടെയാണോ നിങ്ങളുടെ സ്ഥാപനത്തിലെ ജീവനക്കാർക്ക് അഡ്മിഷൻ കിട്ടിയിട്ടുള്ളത് ആ സെൻറ്ററുമായി ഉടൻ തന്നെ ബന്ധപ്പെടേണ്ടതും ട്രെയിനിങ് സെൻറ്റർ പ്രിൻസിപ്പൽ നിർദ്ദേശിക്കുന്ന പ്രകാരം സ്കൂളിൽ അല്ലെങ്കിൽ ഓഫീസിൽ നിന്നും നിങ്ങൾ വിടുതൽ ചെയ്യേണ്ടതും അടുത്ത ദിവസം തന്നെ ട്രെയിനിങ് സെൻറ്ററിൽ പ്രവേശനം നേടുന്നതിന് തിരഞ്ഞെടുത്ത ജീവനക്കാർക്ക് നിർദ്ദേശം നൽകുകയും ചെയ്യേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം റാങ്ക് ലിസ്റ്റ് നിങ്ങൾ കൃത്യമായിട്ട് ഇപ്പോൾ തന്നെ നിങ്ങൾ പരിശോധിക്കുക. അപ്പോൾ റാങ്ക് ലിസ്റ്റിൽ നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ, അതായത് ഓരോ സെൻറ്ററിലും 10 സീറ്റാണ് ഡിപ്പാർട്ട്മെൻറ്റ് കോട്ടയിലുള്ളത്. ഈ 10 സീറ്റിൽ നിങ്ങൾ ഏതെങ്കിലും ഉദ്യോഗാർത്ഥിയിൽ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജസ്റ്റ് സ്ഥാപന മേധാവിയുമായി ബന്ധപ്പെട്ട് ഉടൻ തന്നെ നിങ്ങൾ സെൻറ്ററിൽ കോൺടാക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾ ജസ്റ്റ് അവിടെ നിന്ന് നിങ്ങൾ വിടുതൽ സർട്ടിഫിക്കറ്റ് വാങ്ങിയിട്ട് നിങ്ങൾ അഡ്മിഷൻ എടുക്കേണ്ടതാണ്. ഇനി അഡ്മിഷനുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ജസ്റ്റ് അതായത് ശ്രദ്ധിക്കേണ്ടത് സാധാരണ രീതിയിലുള്ള 2 വർഷത്തെ ബി.എഡ് കോഴ്സാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങളുടെ കോഴ്സ് ഉദാഹരണത്തിന് ഡിഗ്രി ആണെങ്കിലും PG ആണെങ്കിലും അതൊക്കെ കൃത്യമായിട്ട് കേരളത്തിന് പുറമേയുള്ള യൂണിവേഴ്സിറ്റിയിലാണെങ്കിൽ അതിൻ്റെ കൃത്യമായിട്ടുള്ള ഈക്വലൻസി സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ നിർബന്ധമായിട്ട് വാങ്ങി വെച്ചിരിക്കണം. ഇനി കേരളത്തിൽ തന്നെ പഠിച്ചവരാണെങ്കിൽ അത്തരത്തിൽ വിഷയങ്ങളൊന്നുമില്ല. മറ്റുള്ളവരൊക്കെ സാധാരണ രീതിയിൽ തന്നെ കൃത്യമായിട്ട് ഈക്വലൻസി ഉൾപ്പെടെയുള്ള എല്ലാ ഒറിജിനൽ സർട്ടിഫിക്കറ്റും നിങ്ങൾ കൈവശം ഉണ്ടായിരിക്കണം. ഇനി അതോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, അഡ്മിഷൻ സമയത്ത് കൃത്യമായിട്ട് നിങ്ങൾ സാധാരണ രീതിയിൽ ഫീസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, നോർമലായിട്ടുള്ള അഡ്മിഷൻ ഫീസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിങ്ങൾ അഡ്മിഷൻ സമയത്ത് കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഈ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് ഉദ്യോഗാർത്ഥി പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഏതൊക്കെയാണ് സെൻറ്ററിൽ നോക്കാം. അപ്പോൾ ഒന്നാമതായിട്ട് ഗവൺമെൻറ് കോളേജ് ഓഫ് ടീച്ചർ എഡ്യൂക്കേഷൻ കോഴിക്കോട്. ഇപ്പോൾ കോഴിക്കോട് ഏകദേശം 10 സീറ്റാണ് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ് കോട്ടയിലും ഓരോ കോളേജിലുമുള്ളത്. അപ്പോൾ ഇവിടുത്തെ 10 ലിസ്റ്റിൽ വന്നിട്ടുള്ളവർ കൃത്യമായിട്ട് ഈ രീതിയിൽ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ ചെയ്യുക. അതേപോലെ ശ്രദ്ധിക്കേണ്ട കാര്യം, സർവീസിലിരിക്കുന്നവർ 1ാം റാങ്ക് ഇവിടെ കിട്ടിയത് 21 വർഷം സർവീസിലുള്ള ഒരാൾക്കാണ്. അതേപോലെ ഏകദേശം നിങ്ങൾ സർവീസിലുള്ള കൂടുതൽ സർവീസിനനുസരിച്ചിട്ടാണ് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുന്നത്. അപ്പോൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, സർവീസ് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ടുണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾ വെരിഫൈ ചെയ്തതിന് ശേഷം മാത്രമാണ് നിങ്ങൾ അഡ്മിഷന് പോകാവൂ. അല്ലാത്ത പക്ഷം നിങ്ങളുടെ അഡ്മിഷൻ അത് നിങ്ങളുടെ സർവീസിനെ തന്നെ അത് ബാധിക്കും. അപ്പോൾ എല്ലാ സർട്ടിഫിക്കറ്റും കൈവശമുണ്ട് നിങ്ങൾ ഉറപ്പ് വരുത്തുക. എന്നാൽ മാത്രം നിങ്ങൾ അഡ്മിഷന് വേണ്ടി നിങ്ങൾ മുന്നോട്ട് നീങ്ങുക. അതേപോലെ ഗവൺമെൻറ് കോളേജ് ട്രിവാൻഡ്രം 10 സീറ്റാണ്, 10 ലിസ്റ്റും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ തൃശ്ശൂർ സെൻറ്റർ അവിടെയും 10 സീറ്റാണ്, അവിടെയും കൃത്യമായിട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതേപോലെ തലശ്ശേരി കോളേജിലും 10 സീറ്റാണ്. അപ്പോൾ ഇത്രയും ടോട്ടൽ 40 ഡിപ്പാർട്ട്മെൻറ്റ് കോട്ടയിലുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും സർവീസിലിരിക്കുന്നവർക്ക് ജസ്റ്റ് നിയമപരമായിട്ട് തന്നെ ലീവ് എടുത്തുകൊണ്ട് ചെയ്യാൻ സാധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ബി.എഡ് അഡ്മിഷൻ ഡിപ്പാർട്ട്മെൻറ്റ് കോട്ട അഡ്മിഷൻ. അതോടൊപ്പം തന്നെ ഉദ്യോഗാർത്ഥി ശ്രദ്ധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, ട്രെയിനിങ് പ്രൊഫഷൻ നേടുന്ന അധ്യാപകർ അല്ലെങ്കിൽ ജീവനക്കാർ ട്രെയിനിങ് കാലയളവിൽ അർഹതപ്പെട്ട ലീവാണ് എടുക്കേണ്ടത്. പ്രസ്തുത ലീവ് കാലയളവിൽ ഉദ്യോഗാർത്ഥികൾക്ക് ശൂന്യ വേതനാവധി പെൻഷൻ ഉൾപ്പെടെയുള്ള യാതൊരുവിധ സർവീസ് ആനുകൂല്യങ്ങളും പരിഗണിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ജസ്റ്റ് നിങ്ങൾക്ക് അർഹതപ്പെട്ട ലീവാണ് ഈ 2 വർഷം നിങ്ങൾ എടുക്കേണ്ടത്. മറ്റുള്ള ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് കൃത്യമായിട്ട് ഡിപ്പാർട്ട്മെൻറ്റ് കോട്ടയിൽ നിങ്ങൾക്ക് ലഭിക്കുകയില്ല. താരതമ്യേന മറ്റു അഡ്മിഷനൊക്കെ എടുക്കുന്ന സമയത്ത് വലിയൊരു ഫീസ് കൊടുത്ത് പഠിക്കുമ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒരു അഡ്മിഷൻ ഫീ മാത്രം കൊടുത്ത് നിങ്ങൾക്ക് 2 വർഷം ബി.എഡ് നിങ്ങൾക്ക് പൂർത്തിയാക്കാൻ സാധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഓപ്ഷനാണ്. അപ്പോൾ ഈ രീതിയിൽ ഓൾറെഡി അഡ്മിഷൻ കിട്ടിയ എല്ലാ ഉദ്യോഗാർത്ഥികളും കൃത്യമായിട്ട് അപേക്ഷയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് നീങ്ങുക. അപ്പോൾ ഇത്തരത്തിൽ അഡ്മിഷൻ അതേപോലെ ജോബ് സംബന്ധമായിട്ടുള്ള എല്ലാ അപ്ഡേറ്റ്സുകൾക്കും ഒരിക്കൽ കൂടി നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും ബെല്ലേക്ക് എനാബിൾ ചെയ്ത് വെക്കാനും ഉറപ്പെടുത്തിക്കൊണ്ട് പുതിയൊരു അപ്ഡേറ്റ് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെയും തൽക്കാലം ഇറ്റ്സ് മീ സവാദ് അരിച്ചിരി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.